ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയോട് മന്ത്രിയായ ബീർബൽ ഇപ്രകാരം പറയുകയുണ്ടായി: നമുക്കൊക്കെ കണ്ണുണ്ടെങ്കിലും നമ്മളൊന്നും തന്നെ കാണുന്നില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് അത്ഭുതമായി. നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്, ആ കണ്ണുകൊണ്ടല്ലേ എല്ലാം കാണുന്നത് തന്നെ, എന്നിട്ടും ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? പിറ്റേ ദിവസം ചക്രവർത്തിയുടെ ഭൃത്യന്മാർ ഓടി ചക്രവർത്തി അടുത്ത് വന്നിട്ട് പറയുകയാണ്: പ്രഭോ, അങ്ങയുടെ മന്ത്രി ബീർബൽ ഈ പെരുവഴിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കുന്നു. ഓടിച്ചെന്ന ചക്രവർത്തി കാണുന്നത് ഇയാളൊരു കൊട്ട അഴിക്കുന്നു, അത് നെയ്യുന്നു, വീണ്ടും അഴിക്കുന്നു, വീണ്ടും നെയ്യുന്നു. ചക്രവർത്തി ചോദിച്ചു: ബീർബൽ, എന്താണ് ഈ കാണിക്കുന്നത്? ബീർബൽ ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, ആളുകളൊക്കെ നോക്കുകയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഉടൻ തന്നെ ബീർബൽ കൊട്ടയും എടുത്ത് രാജാവിൻ്റെ കൂടെ നടന്നിട്ട് പ്രകാരം പറഞ്ഞു: പ്രഭോ, ഞാൻ ചെയ്യുന്നത് അങ്ങുൾപ്പെടെ എല്ലാവരും കാണുന്നുണ്ട്, എന്നിട്ടും ചോദിക്കുകയാണ് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതും കാണുന്നുണ്ട്, പക്ഷെ ഉൾക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പരോക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നില്ല. അത് വെറുതെ ഇങ്ങനെ കണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നുണ്ട്: കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്: പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കും ഈ പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ക്രിസ്തു പറഞ്ഞു എന്നാണ് ശിഷ്യന്മാർ വിചാരിക്കുന്നത്. ഒരുള്ളിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തു അവരോട് പറയുന്നുണ്ട്: നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്തത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 4000 വരുന്ന പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തിയതും അതിനുശേഷം എത്ര കുട്ടകൾ നിറച്ചെടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ്: കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒരുപാട് ജീവിതത്തിൽ സംഭവിച്ചിട്ടും നമുക്കൊരു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നില്ല, ഉൾക്കാഴ്ച ഉണ്ടാകുന്നില്ല, പലതും നമ്മൾ കാണുന്നില്ല. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടതായ ഒരു മനുഷ്യ ജീവിതത്തെ, കണ്ണുണ്ടായിട്ടും കാണാതിരുന്ന ഒരു മനുഷ്യ ജീവിതത്തെ ദൈവവചനത്തിലൂടെ തിരികെ വരുത്തി നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ഹാഗാർ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയാണത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു: നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കും. നീ ആകാശത്തിലെ നക്ഷത്രം കാണുന്നില്ലേ, അത് എണ്ണാൻ സാധിക്കുമോ? അത്രമാത്രം നിനക്ക് മക്കളെ തരും. നീ മണൽപ്പരപ്പിലെ മണത്തിരിൽ കാണുന്നില്ലേ, അത്രമാത്രം മക്കളെ നിനക്ക് ഞാൻ തരും. പക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടും അബ്രഹാമിന് കുഞ്ഞുണ്ടാകുന്നില്ല. അപ്പോൾ സാറ ചെന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്: എൻ്റെ ദാസി, മിസ്രീം ദാസിയായിരിക്കുന്ന ഹാഗാറിൻ്റെ അടുത്ത് നീ ചൊല്ലുക, അവളിൽ നിന്നൊരു മകനെ ദൈവം തരും. അങ്ങനെ സാറായുടെ വാക്ക് കേട്ട് അബ്രഹാം ഹാഗാറിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഹാഗാർ ഗർഭിണിയായി. ഹാഗാർ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ സാറായിക്കോടൊരു ബുദ്ധിമുട്ട് ഈ അടിമ സ്ത്രീക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ സാറായും ഹാഗാറും തമ്മിൽ ചേരാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയും അവസാനം ഈ ഹാഗാറിനെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുവാനായിട്ട് ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് ഭാരപ്പെട്ട് ഈ ഹാഗാർ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഉഴന്ന് നടക്കുകയാണ്.
ഉള്ളിൽ ഉദരത്തിൽ കുഞ്ഞുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ ഈ ഹാഗാർ കടന്നു പോവുകയാണ്. ഹാഗാറിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ദൈവദൂതൻ അവിടെ ഇടപെടുന്നു. ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊരു ചോദ്യം കൊണ്ട് ആ ദൈവദൂതൻ അവളെ നേരിടുകയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, നിന്റെ ഉള്ളിൽ വളരുന്നത് അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഞാൻ ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട് ദൈവം, അവന് ബഹുജാതിയാക്കി തീർക്കുമെന്നുള്ളത്. അതുകൊണ്ട് നീ ആ വാഗ്ദത്തം മറന്നു പോകരുത്. നീ മടങ്ങിപ്പോവുക, നീ സാറായിക്ക് കീഴടങ്ങിയിരിക്കുക, നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വേദനയുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ സങ്കടത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുകയാണ്. ആ വേദനയിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി പല മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയാണ്. പക്ഷേ കീഴടങ്ങിയിരിക്കുവാനും സഹനങ്ങളിലൂടെ അതിനെ നേരിടുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവദൂതൻ, ദൈവവചനം ഇവിടെ പറയുകയാണ്, നീ തിരികെ ചൊല്ലുക, നീ കീഴടങ്ങിയിരിക്കുക. ആ വാക്ക് വിശ്വസിച്ച് അവളെ തിരികെ പോകുന്നു. തിരികെ ചെന്നു, യജമാനത്തിക്ക് കീഴടങ്ങിയിരുന്നു. അങ്ങനെ അവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് ഇസ്മായിൽ എന്ന് പേരിട്ടു. അതിനെ തുടർന്ന് സാറാ ഗർഭിണിയായി. സാറായി ഒരു മകനെ പ്രസവിച്ചു. അവന് ഈസഹാക്ക് എന്ന് പേരിട്ടു. നമുക്കറിയാവുന്നതാണ് ചരിത്രമൊക്കെ. പക്ഷെ വീണ്ടും അവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വീണ്ടും കലഹങ്ങളുണ്ടാകുന്നു. അവസാനം അബ്രഹാമിൻ്റെ അടുത്ത് വന്നിട്ട് സാറ പറയുന്നുണ്ട്, നിന്റെ ദാസിയുടെ മകൻ എൻ്റെ മകനെ പരിഹസിക്കുന്നുണ്ട്, അവനെ ഇവിടെ നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. അവസാനം അബ്രഹാം സാറയുടെ വാക്ക് കേട്ട് ദൈവത്തിനോട് അരുളപ്പാട് ചോദിച്ച് ആ ഹാഗാറിനെയും മകനെയും ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. തുരുത്തിയിൽ വെള്ളവും മറ്റും കൊടുത്ത് ഇങ്ങനെ വിടുകയാണ്. ഇവിടെ സാറ സ്വന്തമായ പദ്ധതികൾ മെനഞ്ഞു. സാറയുടെ പദ്ധതികൾ സാറയ്ക്ക് തന്നെ വിനയായി തീരുകയാണ്. ദൈവത്തെ കൂടാതെ നമ്മൾ ഏതു തരത്തിലുള്ള ആലോചനകൾ നടത്തിയാലും ഏതു തരത്തിലുള്ള പദ്ധതികൾ മെനഞ്ഞാലും അത് അവസാനം വിജയകരമായി തീരുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവ ആശ്രയത്തോടുകൂടെ, ദൈവ സാന്നിധ്യത്തോടുകൂടെ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വല്ലാതെ നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് ഈ കുഞ്ഞുമായിട്ട് ബേർശേബ മരുഭൂമിയിലൂടെ ഹാഗാർ അലഞ്ഞു നടക്കുകയാണ്. ബേർശേബ മരുഭൂമിയെക്കുറിച്ച് പറയും. മരുഭൂമിയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ലക്ഷ്യം തെറ്റിക്കുന്ന ഒരവസ്ഥയാണ് മരുഭൂമി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, മരുഭൂമിയിൽ എപ്പോഴും ചൂടുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരാൾ നടന്നു പോയ കാൽപ്പാട് അപ്പോൾ തന്നെ അത് മാച്ചുകളയും. ലക്ഷ്യത്തിലേക്കുള്ള പാത അത് തടസ്സപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയാണ് മരുഭൂമിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. ഹഗാറിൻ്റെ ജീവിതത്തിലെ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ലക്ഷ്യം മുമ്പോട്ട് പോകാൻ വഴി അറിയാൻ വയ്യാതെ നമ്മൾ ഭാരപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഹാഗാറിൻ്റെ മരുഭൂമിയിലെ അവസ്ഥ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ പ്രലോഭനങ്ങളുടെ താഴ്വരയാണ് മരുഭൂമി എന്ന് പറയുന്നത്. മരുഭൂമിയിൽ ഉടന്നു നടക്കുന്നൊരു വ്യക്തി അങ്ങകലെ ദൂരെ ജലാശയമുണ്ടെന്ന് തോന്നി ഓടി വരുമ്പോഴാണ് കാണുന്നത് അത് നിഴലും വെളിച്ചവും കൊണ്ടുണ്ടായിരിക്കുന്ന മരീചികയാണെന്ന്. വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും. അല്പം വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഓടി വരും. പക്ഷേ അത് വെറും മരീചിക മാത്രമായിരിക്കും. തണലുണ്ടെന്ന് കരുതി ഓടി വരുമ്പോഴാണ് അത് വെറും നിഴൽ മാത്രമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പ്രലോഭനങ്ങളുടെ താഴ്വരയാണ്. ഈ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി ഓടി വരുമ്പോൾ പല അപകടങ്ങളിലും ചെന്നുപെടാവുന്നതാണ്. അങ്ങനെ ഒരു പ്രലോഭനങ്ങളുടെ ഒരു ജീവിതാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണെങ്കിൽ അത് മരുഭൂമിയുടെ ഒരു സഹനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ സത്യമെന്ന് തോന്നി
ഓടി വരുന്നതിൽ പലതിലും അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഈ മരുഭൂമിയുടെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരുഭൂമി എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ താഴ്വരയാണ്. രാത്രിയിൽ ഇഴജന്തുക്കളുടെ ആക്രമണം, കൊടിയ തണുപ്പ്, പകലാണെങ്കിൽ വല്ലാത്ത കൊടും ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല, ചുട്ടുപൊള്ളുന്ന മണൽത്തിരികൾ, വല്ലാത്ത പ്രതിസന്ധി, എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും ഒരുമിച്ച് വരുന്നൊരവസ്ഥയാണ് മരുഭൂമിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ രാവും പകലും കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ, ഒരു സന്തോഷവുമില്ലാതെ എങ്ങനെയെങ്കിലും പകൽ കഴിഞ്ഞു പോയാൽ മതിയെന്ന് ചിന്തിച്ച് ജീവിച്ചു തീർക്കുന്ന ആളുകൾ. അതുകൂടാതെ തന്നെ മരുഭൂമി എന്ന് പറയുന്നത് ആരും സഹായത്തിനില്ലാത്ത ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. എല്ലാവരും അവരവരുടെ ജീവിതം കരുപിടിപ്പിക്കാനാണ് നോക്കുന്നത്. ഇവിടെ ആ കുഞ്ഞിനെ തൻ്റെ അമ്മ പോലും കൈവിടുകയാണ്. ആ കുഞ്ഞിൻ്റെ മരണം കാണാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തുരുത്തിൽ വെള്ളമൊക്കെ തീർന്നു, ഇനി ഇതിനൊരു ഭക്ഷണം കൊടുക്കാനായിട്ടൊന്നുമില്ല. അമ്മയോടെ നിസ്സഹായയായി തീരുകയാണ്. ആ കുഞ്ഞിനെ അമ്പും പാടകലം മാറ്റി നിർത്തിയിട്ട് ഒരു കുറ്റിച്ചെടിയുടെ ചുവട്ടിലിരുത്തിയിട്ട് അതിൻ്റെ മരണം കാണാൻ സാധിക്കാതെ അമ്മ മാറി നിൽക്കുകയാണ്. ആ കുഞ്ഞ് അവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതിൻ്റെ അമ്മ പോലും അതിനെ കൈവിടുന്നൊരവസ്ഥ, അമ്മയ്ക്ക് പോലും അതിനെ സഹായിക്കാൻ പറ്റാത്ത നിസ്സഹായതയുടെ അവസ്ഥ. ജീവിതത്തിൻ്റെ പല തലങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥ നമുക്കുണ്ടായിട്ടില്ലേ? കൂടെയുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പോലും നമ്മെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരാലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ, എല്ലാ ശരങ്ങളും നമ്മുടെ നേർക്ക് വരുന്നതായ ഒരവസ്ഥ, വേദനയുടെ, സങ്കടത്തിൻ്റെ, നിരാശയുടെ, ഭാരത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും പലരിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു സങ്കടത്തിലൂടെയാണ് ഇവിടെ ഹാഗാർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം തൻ്റെ മകൻ്റെ മരണം സംഭവിക്കും. അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയും സംഭവങ്ങളിലൂടെ നടക്കുമ്പോഴും അവളുടെ ജീവിതത്തിൽ ഒരു മുൻപോട്ടുള്ള ഒരു പ്രത്യാശ അവളുണ്ടാകുന്നില്ല. ഈ സമയത്താണ് അവിടെ ദൈവദൂതൻ വീണ്ടും കടന്നു വരുന്നത്. ഹഗാറേ, നിനക്കെന്തെന്നുള്ളൊരു ചോദ്യം അവിടെ കേൾക്കുകയാണ്. നിനക്കെന്തെന്നൊരു ചോദ്യം അവിടെ കേൾക്കുകയാണ്. നിനക്ക് തന്നിരിക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്, അവനെയും വലിയ ജനതയാക്കുമെന്നൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. മുമ്പ് ഇതുപോലൊരവസ്ഥയിലൂടെ എല്ലാം നശിച്ച് ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതി നീ ഈ മരുഭൂമിയിലൂടെ ഉഴലുന്ന ഒരവസ്ഥയിൽ നീ ആ വാഗ്ദത്തത്തെ തിരിച്ചറിഞ്ഞ് നിന്നെ തിരികെ വിട്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നീ മറന്നിരിക്കുകയാണ്. നിന്റെ ചിന്തയിൽ ഇപ്പോൾ ഒന്നുമില്ല. നീ നിന്റെ മകനെ ചെന്നെടുക്കുക. അങ്ങനെ അവളുടെ കണ്ണ് തുറന്നു. ആ മകനെ എടുത്തു. അവിടെ ഒരു നീരുറവ കാണപ്പെട്ടു. ഇവിടെ ഹാഗാറിന് കണ്ണുണ്ടായിരുന്നിട്ടും ആ നീരുറവ കണ്ടില്ല. കാരണം അവളുടെ മനസ്സിൽ നിരാശയും വേദനയും സങ്കടവും ഒക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തത്തെക്കുറിച്ചുള്ള ചിന്ത അവളുടെ മനസ്സിൽ നിന്ന് പാടേ വിട്ടുപോയി. ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അവൾക്ക് സാധിക്കാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അവൾ കേട്ടു. അവളുടെ ജീവിതത്തിലെ ആ പ്രതിസന്ധി അവിടെ അടയുകയാണ്. അവളുടെ കണ്ണ് തുറക്കുകയാണ്. കണ്ണുണ്ടായിട്ടും പലപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതത്തെ നമ്മൾ കാണാതെ പോകുന്നില്ലേ? നമ്മളുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനു മുൻപ് ദൈവം നമ്മെ എത്രയോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്രയോ സങ്കടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും നമ്മെ ദൈവം കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു ഓർമ്മ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ, എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം ഞാൻ ലോകത്തെ സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോവുകയില്ല. അതുകൊണ്ട് കൊടിയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ പോലും, പ്രലോഭനത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ പോലും, പ്രതിസന്ധികളുടെ താഴ്വരയിലാണെങ്കിൽ പോലും നിരാശപ്പെടാതെ കണ്ണു തുറന്ന് നമ്മൾ ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. തിരിഞ്ഞു നോക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുതിയ വഴികൾ. മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ദൈവദൂതൻ്റെ വാക്കിലൂടെ
തിരികെ വരുത്തി നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവം ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണു തുറക്കും. ആ കണ്ണു തുറക്കാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും പലതും നമ്മൾ കാണാത്തത്. ഇന്ന് നമ്മുടെ ചുറ്റിലുള്ള നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ തന്നെ നമ്മൾ ചിലപ്പോൾ വിളിച്ചു വരുത്തുന്നതായിരിക്കാം. നമ്മളുടെ കഴിവിൽ അമിതമായിട്ട് നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രതിസന്ധികളിലേക്കൊക്കെ കടന്നു പോകാം. ഒരിക്കലൊരു ആശ്രമത്തിൽ ഒരു ഗുരുവും ശിഷ്യനുമുണ്ട്. ഈ ഗുരു എല്ലാ ദിവസവും രാവിലെ ശിഷ്യനെ പാല് വാങ്ങിക്കാൻ വിടും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശിഷ്യൻ പാല് വാങ്ങിക്കാൻ പോകുന്നത് ഒരു പുഴയിൽ ഒരു ചങ്ങാടത്തിലൂടെ ഒരു പുഴ കടന്നാണ് ഇവൻ പാല് വാങ്ങിക്കാൻ പോകുന്നത്. ഒരു ദിവസം ഈ ഗുരു ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവൻ ചങ്ങാടത്തിൽ കയറുന്നില്ല, ഇവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നാണ് പോകുന്നത്. പെട്ടെന്ന് ഗുരു ശ്രദ്ധിച്ചു, അവൻ എന്തോ ഉരുവിടുന്നുണ്ട്, എന്തോ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇവനിങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഗുരു ശ്രദ്ധിച്ചു, എന്ത് മന്ത്രമാണ് ഇവർ ഉടരുന്നത്? വെള്ളത്തിന് മുകളിലൂടെ നടക്കേണ്ട മന്ത്രമൊന്നും ഞാൻ അവനെ പഠിപ്പിച്ചിരുന്നില്ലല്ലോ, പിന്നെ ഇവൻ എന്ത് മന്ത്രമാണ് ഉരുവിടുന്നത്? ഗുരു കാതു കൂർപ്പിച്ച് കേട്ടു. അപ്പോൾ ഇവൻ ഗുരുവിൻ്റെ നാമമാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഗുരുവിൻ്റെ നാമം പറഞ്ഞ് അവൻ ഇങ്ങനെ സ്ഥലകാല ബോധമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയാണ്. അഗാധമായിരിക്കുന്ന ഗുരുഭക്തി പല കാര്യങ്ങളും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ അവൻ നടന്നു പോവുകയാണ്. ഗുരു വലിയ അത്ഭുതമായി. ഇവൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ഗുരു തീരുമാനിച്ചു, അപ്പോൾ ഇത്രമാത്രം എൻ്റെ നാമം പറഞ്ഞു പോകുവാൻ സാധിക്കുമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചറിയണമല്ലോ. ഈ ഗുരുവും ഈ വെള്ളത്തിലിറങ്ങി നടക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ നാമം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനെന്നങ്ങ് പറഞ്ഞിറങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞ് ഈ ഗുരു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്കെടുത്ത് കാലെടുത്ത് വെച്ചു. അയാൾ മുങ്ങിപ്പോവുകയുണ്ടായി. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലല്ല കരയിൽ ചവിട്ടിയാലും നമ്മൾ വീഴും. പലപ്പോഴും നമ്മളുടെ വീഴ്ചകൾക്ക് കാരണം നമ്മിൽ തന്നെയുള്ളതായ ഈ ഞാനെന്നുള്ള ഭാവത്തിൻ്റെ അഹങ്കാരമാണോ എന്നുള്ളത് നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് വന്നിരിക്കുന്ന വീഴ്ചകളുടെയൊക്കെ കാരണം നമ്മൾ തന്നെയാണോ അതോ മറ്റു പലരുമാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രലോഭനത്തിൻ്റെ പാതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടി ജീവിക്കുന്ന ആളുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന പലതാണെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ ഹാഗാറിൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ഹാഗാറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, വേദന ഘട്ടങ്ങളിലൊക്കെ നമ്മളെ നയിച്ചിട്ടുള്ള, നമ്മളെ സംരക്ഷിച്ചിട്ടുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം. കസാക്കീസിൻ്റെ ആത്മകഥയ്ക്കകത്ത് പറയുന്നതായ ഒരു സംഭവത്തെക്കുറിച്ച് പ്രകാരം കേൾക്കുകയുണ്ടായി. ഒരു കർഷക കുടുംബമാണ്. ക്രെത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഇവരിങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ മുന്തിരി കൃഷി ചെയ്ത് കിട്ടുന്ന ആ മുന്തിരി അത് ഉണക്കാനിട്ട് അതിൽ നിന്നൊക്കെയുള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ കൊടിയ ചൂടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. പക്ഷേ ഒരു സമയത്ത് ഇവരിങ്ങനെ മുന്തിരിയൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആകാശം വല്ലാതെ അങ്ങോട്ട് ഇരുണ്ടുകൂടി. കാരണം ഒരു കാരണവശാലും ഈ സമയത്ത് മഴ പെയ്യുന്നതല്ല. പക്ഷേ ആളുകളൊക്കെ പറഞ്ഞു, ദൈവം മഴ പെയ്യിക്കില്ല, നമ്മളുടെ സങ്കടങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പ്രായമായ ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മഴയൊന്നും പെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതുവരെ പെയ്യാത്ത വിധത്തിൽ വല്ലാതെ അങ്ങോട്ട് മഴയങ്ങോട്ട് പെയ്യുകയുണ്ടായി. എല്ലാ വിളകളും ഒക്കെ അങ്ങോട്ട് നശിച്ചു പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവനിങ്ങനെ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അച്ഛാ, നമ്മുടെ ഇതെല്ലാം നശിച്ചു പോയി, എല്ലാം നശിച്ചു പോയി,
ഒന്നുമില്ല. നമ്മുടെ ക്രോപ്സൊക്കെ നശിച്ചു പോയി. ഉടനെ തന്നെ അപ്പൻ തിരിഞ്ഞിട്ട് ഇവനോട് പറയുകയാണ്, മണ്ട, ഞാനും നീയുമൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഏക വരുമാന മാർഗമാണ്. അത് നശിച്ചു പോയിരിക്കുന്നൊരവസ്ഥയിൽ ആ അപ്പൻ മകനെ നോക്കിയിട്ട് പറയുകയാണ്, മണ്ട, നീ എന്താണ് പറയുന്നത്? ഞാനും നീയും ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, നമുക്കുള്ളതൊക്കെ നശിച്ചു പൊക്കോട്ടെ, എല്ലാം പോയി കഴിഞ്ഞാലും ഞാനും നീ ഇവിടെയുണ്ട്. ഇതിനെ മറികടക്കാൻ, ഇതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ, വേദന വരുന്ന സന്ദർഭങ്ങളിൽ, സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നമ്മളൊന്ന് ദൈവാശ്രയ ബോധത്തോടുകൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ, കഴിഞ്ഞു വന്ന വഴികളിൽ നമ്മെ നയിച്ചതായ ദൈവത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായാൽ തകർന്നു വീണതെല്ലാം നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അതുകൊണ്ട് ഈ കൊറോണ എന്ന് പറയുന്ന വലിയ മഹാരോഗം നമ്മെ പിടിപെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ജീവിതത്തിൽ അല്പമെങ്കിലും നിരാശയോ സങ്കടമോ വേദനയോ ഭാരമോ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മൾ കണ്ണു തുറന്നൊന്ന് നോക്കണം. ദൈവത്തിൻ്റെ അത്ഭുതത്തെ നമുക്ക് കാണാൻ സാധിക്കണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതം നമ്മൾ അറിയുന്നതല്ലേ. യാതൊരുവിധ സാധ്യതയുമില്ലായിരുന്നു വാർദ്ധക്യത്തിലൊരു സ്ത്രീ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ സാറ ഗർഭം ധരിച്ചു. മനുഷ്യദൃഷ്ടിയിൽ നോക്കിയാൽ അത് സാധിക്കില്ല. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു. സക്രിയ പുരോഹിതനും എലിസബത്തിനും വാർദ്ധക്യത്തിലും കുഞ്ഞുണ്ടായിരുന്നില്ല. പക്ഷേ അവനൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ എലിസബത്ത് നന്ദിപൂർവ്വം പറയുന്നൊരു വാക്യമുണ്ട്, ജനങ്ങളുടെ ഇടയിലുള്ള എൻ്റെ നിന്ന നീങ്ങിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. മക്കളുണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരാളും ദൈവത്താൽ ശപിക്കപ്പെട്ടവരെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഇത്രയും പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടാകുമെന്നറിയില്ല, സാധ്യതയില്ല. മനുഷ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരാൾക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അത് നമ്മൾ കണ്ണു തുറന്ന് കാണണം. അതങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം പിന്തള്ളി നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൈവരും. ആ ഒരു പ്രത്യാശയും വിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടത്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മുറുകെ പിടിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ വല്ലാതെ തണുപ്പുള്ള ഒരു രാത്രിയിൽ അയാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു കടയുടെ വരാന്തയിലെത്തി. അയാൾക്ക് ഈ രാത്രി തണുപ്പ് കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത അയാളെ അലട്ടി. നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ഒരു വെളിച്ചം പോലുമില്ല, ഒരു പുതയ്ക്കാനായിട്ടൊരു പുതപ്പ് പോലുമില്ല, ഒരു ചൂട് കിട്ടുന്ന ഒന്നുമില്ല. വിശപ്പുണ്ട്, ദാഹമുണ്ട്, വല്ലാതെ നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട ആ മനുഷ്യനിരിക്കുകയാണ്. ഒരാളെങ്കിലും ഒരു സഹായിക്കാനുണ്ടായിരുന്നെങ്കിലില്ല, ഈ രാത്രിയിൽ ഈ കടത്തണ്ണയിൽ കിടന്ന് ഞാൻ മരിക്കും എന്ന് അയാൾ വിശ്വസിച്ചു. അങ്ങനെ തളർന്നിരിക്കുമ്പോഴാണ് ആരോ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ ഒരു തോന്നൽ അയാൾക്കുണ്ടായത്. നല്ലതായിട്ട് ചൂട് കിട്ടുന്നുണ്ട്, ആരോ തന്നെ ചേർത്ത് പിടിക്കുന്നു, പൊതിഞ്ഞു പിടിക്കുന്നു. ആ ചൂടിൽ കിടന്ന് അയാൾ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ താൻ മരിച്ചിട്ടില്ല. തന്നെ ആ തണുപ്പിൽ തന്നെ പൊതിഞ്ഞു പിടിച്ച ആ മഹാനുഭവൻ ആരാണെന്നറിയാനായിട്ട് ഇയാൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാൾ നടന്നു പോകുന്നത് കണ്ടു. 4 കാലിൽ ഒരു നായയായിരുന്നു അത്. കണ്ടോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ പോലും ദൈവം അയാളെ ചേർത്ത് പിടിക്കുന്നത്, ആ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നായയുടെ രൂപത്തിലാണെങ്കിൽ പോലും അയാളുടെ ജീവൻ രക്ഷിക്കുവാൻ ഒരു ദൈവസ്നേഹം അയാളെ പൊതിഞ്ഞു പിടിച്ചു. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, ഈ വേദനയുടെ, സങ്കടത്തിൻ്റെ, നിരാശയുടെ കാലഘട്ടത്തിൽ സങ്കടപ്പെടാതെ കഴിഞ്ഞു പോയ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും വീണു പോകേണ്ടി വരുന്ന, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ നമ്മെ കൈപിടിച്ചുയർത്തിയിട്ടുള്ള, നമ്മെ മുമ്പോട്ട് നയിച്ചിട്ടുള്ള, നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടായാൽ മതി. നമ്മുടെ കണ്ണുണ്ടായിട്ടും നമ്മൾ കാണാത്തവരാണോ എന്ന് ചിന്തിച്ച്
ഒന്ന് ഉൾക്കാഴ്ചയോടുകൂടി എല്ലാത്തിനെയും നോക്കിക്കാണുവാൻ സാധിച്ചാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Maria.